പണ്ട് രാജഭരണകാലത്ത് നീതി നിർവഹണത്തിന്റെ പരമമായ കേന്ദ്രമായി അറിയപ്പെട്ടുന്ന ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം. സത്യം തെളിയിക്കാനായി മനുഷ്യർ ദേവിക്ക് മുന്നിൽ പരീക്ഷണങ്ങൾ നേരിട്ടതിനാൽ ഈ പുണ്യസംഗീതം പരീക്ഷണ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ആദിപരാശക്തിയുടെ 7 ഭാവങ്ങളായ സപ്തമാതൃക്കളിൽ പ്രധാനിയും കാളി അവതാരവുമായ ചാമുണ്ടേശ്വരിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ശുംഭ നിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാ പരമേശ്വരിക്ക് തുണയാകുവാനാണ് പരാശക്തി ചാമുണ്ടിയായി അവതരിച്ചതെന്ന് ദേവി ഭാഗവത്തിലും ദേവി മഹാത്മ്യത്തിലും സാക്ഷ്യപ്പെടുത്തുന്നു. അമരത്വം കൊതിച്ച രാക്ഷസ സഹോദരന്മാരായിരുന്നു ശുംഭനും നിശുംഭനും. വർഷങ്ങൾ നീണ്ട കഠിന തപസ്സിലൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഒന്നേ ഉള്ളൂ: മൃത്യു ഞങ്ങളെ തീണ്ടരുത്. എന്നാൽ ജനിച്ചവർക്ക് മരണം നിശ്ചയമാണെന്ന ബ്രഹ്മാവിന്റെ വാക്യത്തിന് മുന്നിൽ തങ്ങളുടെ പൗരുഷത്തിന് അഹങ്കരിച്ച അസുരന്മാർ ഒരു ഉപാധി വെച്ചു: എങ്കിൽ ഞങ്ങളുടെ മരണം ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം. ഒരു സ്ത്രീക്ക് ഞങ്ങളെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന പുച്ഛമായിരുന്നു ആ വാക്കുകളിൽ. ബ്രഹ്മാവ് ഉള്ളിലൊരു പുഞ്ചിരിയോടെ രാക്ഷസ സഹോദരന്മാർക്ക് ആ വരം നൽകി. വരപ്രാപ്തിക്ക് ശേഷം ശുക്രാചാര്യരെ ഗുരുവായി അവരോധിച്ച് ശുംഭൻ രാജാവായി. ചണ്ഡൻ, മുണ്ടൻ, ധൂമ്രലോചനൻ, രക്തബീജൻ എന്നീ അസുരപ്പടയുടെ കരുത്തിൽ അവർ സ്വർഗം കീഴടക്കി. നിസ്സഹായരായ ദേവന്മാർ ഒടുവിൽ ദേവഗുരു ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരം ആദിപരാശക്തിയായ ശ്രീ പാർവതി അഭയം പ്രാപിച്ചു. ദുർഗയുടെ രൂപം ധരിച്ച ഭഗവതി ശത്രുപുരിക്ക് സമീപം ഒരു ഊഞ്ഞാലിലിരുന്ന് മനോഹരമായ ഗാനം ആലപിച്ചു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ഡനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയായ സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു. ശുംഭൻ തന്റെ ദൂതനെ അയച്ച് പരാശക്തിയോട് എത്രയും വേഗം തന്റെ ഭാര്യയാവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് മറുപടിയായി ലോകമാതാവ് പരിഹാസത്തോടെ പറഞ്ഞു: എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവന്റെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണ്. കോപാകുലനായ ശുംഭൻ തന്റെ സൈന്യാധിപതി ധൂമ്രലോചനെ അയച്ചു. മുടിക്ക് പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ച ധൂമ്രലോചനോട് പിന്തിരിയാൻ ദേവി ആവശ്യപ്പെട്ടു. എന്നാൽ 60,000 അസുരന്മാരുമായി പാഞ്ഞെടുത്ത അവനെ ഭഗവതി തന്റെ ഒരു ഹുങ്കാരത്താൽ ദഹിപ്പിച്ച് ഭസ്മമാക്കി. അടുത്ത ഊഴം ചണ്ഡന്റെയും മുണ്ടന്റെയുമായിരുന്നു. സിംഹവാഹിനിയായ ദുർഗയെ അവർ വെല്ലുവിളിച്ചു. അസുരരുടെ വാക്കുകൾ കേട്ട് കോപം പൂണ്ട ദേവിയുടെ പുരികക്കൊടി വില്ല് പോലെ വളഞ്ഞു. ആ നെറ്റിത്തടത്തിൽ നിന്ന് ഉഗ്രരൂപിയായ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. യുദ്ധത്തിനൊടുവിൽ ചണ്ഡന്റെയും മുണ്ടന്റെയും തലയറുത്ത് കാളി ചണ്ഡികയുടെ അടുത്തെത്തി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഇതാ നിനക്കായി 2 മഹാമൃഗങ്ങൾ. ഇനി നീ തന്നെ ശുംഭനെയും നിശുംഭനെയും വധിക്കുക. ചണ്ഡനെയും മുണ്ടനെയും വധിച്ചതിനാൽ ഭഗവതി ചാമുണ്ടി എന്നറിയപ്പെട്ടു. ഒടുവിൽ രക്തബീജൻ പടക്കളത്തിലിറങ്ങി. അവന്റെ ഒരു തുള്ളി ചോര നിലത്ത് വീണാൽ അതിൽ നിന്ന് 1000 രക്തബീജന്മാർ ഉയർന്നു വരും. ദേവി കാളിയോട് ആജ്ഞാപിച്ചു: ഇവന്റെ ചോര താഴെ വീഴാതെ നീ പാനം ചെയ്യുക. ചണ്ഡിക വാളുകൊണ്ട് രക്തബീജനെ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ കാളി ആ രക്തം മുഴുവൻ പാനം ചെയ്തു. ഭീഭത്സമായ കാളരാത്രി രൂപം ധരിച്ച് രക്തം നിലത്ത് വീഴാതെ കുടിച്ചു തീർത്ത ഭഗവതിയെ രക്തചാമുണ്ടി എന്ന് വിളിക്കുന്നു. മറ്റൊരു പുരാണ കഥയിൽ രുരു എന്ന അസുരനെ നിഗ്രഹിക്കാനും ദേവി ചാമുണ്ടിയായി. ശിവപത്നിയെ സ്വന്തമാക്കാൻ ശ്രമിച്ച രുരുവിന്റെ തപോബലത്തിൽ ഭയന്ന ശിവൻ കൈലാസം വിട്ടുപോയി. എന്നാൽ കോപിഷ്ഠയായ പാർവതി രൗദ്ര രൂപം പൂണ്ട് രുരുവിന്റെ ചർമ്മവും മുണ്ടവും വേർപെടുത്തി. അങ്ങനെ രുരുവിന്റെ ചർമ്മവും മുണ്ടവും എടുത്തവളായതിനാൽ ഭഗവതി ചാമുണ്ടിയായി. അധർമ്മത്തിന് മേൽ ധർമ്മം നേടുന്ന വിജയത്തിന്റെ പ്രതീകമാണ് ചാമുണ്ടേശ്വരി. ഭക്തർക്ക് അഭയമായും ശത്രുക്കൾക്ക് അന്തകിയായും വാഴുന്ന കരിക്കകത്തമ്മയുടെ ഈ പുരാണ കഥകൾ ഇന്നും ഭക്തമനസ്സുകൾ ഭയഭക്തി ബഹുമാനങ്ങൾ നിറയ്ക്കുന്നു.